ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കഥയായിട്ടാണ്. ഒരിക്കൽ ഒരു സന്യാസി രാജാവിൻ്റെ അടുക്കൽ പോയിട്ട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, അങ്ങക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഈ കൊട്ടാരമുണ്ട്, രാജകൊട്ടാരമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സന്യാസി ഇങ്ങനെ പറഞ്ഞു, ഈ രാജാവ് മരിച്ചാൽ ഈ കൊട്ടാരം അങ്ങനെ മക്കൾക്കല്ലേ? അപ്പോൾ രാജാവിന് സ്വന്തമായിട്ട് ഈ കൊട്ടാരമില്ലല്ലോ. അപ്പോൾ രാജാവ് ആലോചിച്ചിട്ട് പറഞ്ഞു, ശരിയാണ്. പിന്നെ രാജാവ് ആലോചിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ ശരീരമുണ്ട്. അപ്പോൾ സന്യാസി ഇങ്ങനെ പറഞ്ഞു, ഈ ശരീരം മണ്ണിൽ ലയിച്ചു പോകുന്ന ഒരു ദിവസം വരും, പുഴുക്കൾ തിന്നുന്ന ഒരു ദിവസം. അപ്പോൾ എങ്ങനെ ഈ ശരീരം അങ്ങക്ക് സ്വന്തമാവും? അപ്പോൾ നന്നായിട്ട് ആലോചിച്ച് രാജാവ് ഒരു ഉത്തരം പറഞ്ഞു, എനിക്ക് ഒരു മനസ്സുണ്ട്. അപ്പോൾ സന്യാസി ഇങ്ങനെ പറഞ്ഞു, ഒന്ന് ഒറ്റയ്ക്കിരുന്ന് ഒന്ന് കണ്ണടച്ച് നോക്കാമോ? അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് രാജാവ് കണ്ണടച്ച് നോക്കിയപ്പോൾ മക്കളെക്കുറിച്ചൊരു വ്യാധി, ഭാവിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഓരോരോ കാര്യങ്ങൾ മനസ്സിനിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സന്യാസിയോട്ട് പറഞ്ഞപ്പോൾ സന്യാസി ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടെ മനസ്സിനെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ എന്താണ് അങ്ങയ്ക്ക് സ്വന്തമായിട്ടുള്ളത്? രാജാവിനൊന്നും ഇല്ല, പറയാൻ പറ്റുന്നില്ല. ഒരു ഉത്തരവും ഇല്ല രാജാവിന് സന്യാസിയോട് പറയാൻ. അങ്ങ് പിന്നെ എന്തിനാണ് പ്രജകളോട് ഇങ്ങനെ മോശമായി പെരുമാറുന്നത് എന്ന് സന്യാസി ചോദിച്ചു. രാജാവിന് ഒരു ഉത്തരവുമില്ല. ശരിയല്ലേ? ഒരിക്കൽ ലേബർ ഇന്ത്യ നോക്കുന്ന സന്തോഷ് കുലങ്കര ഇങ്ങനെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഒരു വണ്ടിയിൽ നമ്മൾ ഇറങ്ങുന്നു, കുറച്ച് ദൂരം കൈയും വീശി നടന്നിട്ട് ഏത് വണ്ടിയാണ് നമ്മളെ ഇറക്കിയത് ആ വണ്ടിയിൽ തന്നെ നമ്മൾ തിരികെ പോകും. അതാണ് ജീവിതം. ഒരു ചെറിയ മഴത്തുള്ളി ഭൂമിയിൽ വീഴുന്നു, അത്രയേ ഉള്ളൂ ജീവിതം. നാളെ എണീറ്റാൽ എണീറ്റു എന്ന് പറയാം. ഇന്ന് കണ്ണടച്ച് ഉറങ്ങിയ നാളെ എണീക്കണമെങ്കിൽ മുകളിൽ ഒരാൾ വിചാരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇല്ല എന്നതാണ് സാരം. ഈ കുറച്ച് നിമിഷത്തേക്ക് നമ്മൾ പണത്തിൻ്റെ പിറകെയും പാവപ്പെട്ടവരെ ദ്രോഹിച്ചും പണത്തോടുള്ള ആർത്തി കാണിച്ചും ജീവിച്ച്, ലോകത്തിന് വേണ്ടി ജീവിച്ച് നമ്മുടെ ജീവിതം ഇല്ലാതാക്കുകയാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് അല്ലേ? പക്ഷേ യഥാർത്ഥ ക്രിസ്ത്യാനി അങ്ങനെയാണോ ചെയ്യേണ്ടത്? ക്രിസ്തീയ മൂല്യങ്ങൾ ചേർത്ത് പിടിച്ച് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ പകർന്നു കൊടുത്ത് നമ്മൾ മരിക്കുമ്പോൾ അവൻ ഒരു സത്യ ക്രിസ്ത്യാനിയായിരുന്നു, അവനിലൂടെ ഞാൻ ക്രിസ്തുവിനെ കണ്ടിരുന്നു എന്ന് മറ്റുള്ളവർ പറയാൻ ഇടവരുത്തേണ്ടേ? അതല്ലേ യഥാർത്ഥ ക്രിസ്ത്യാനി ചെയ്യേണ്ടത്? നമ്മൾ മരിച്ചു കഴിയുമ്പോൾ സ്വർഗം തുറക്കണ്ടേ? നീ ഒരു നല്ല വിശ്വസ്തനായ ദാസനെ എന്ന് വിളിപ്പേരുണ്ടാവേണ്ടേ? അതിനല്ലേ നമ്മൾ ജീവിക്കേണ്ടത്? സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, അതല്ലേ യഥാർത്ഥ ഹീറോയിസം? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.